ഏട്ടാ കോഴിമുട്ടകൾ വിരിപ്പിക്കാൻ വെച്ചില്ലേ? നമുക്ക് എത്രണ്ണം വിരിച്ചു നോക്കാം. നോക്ക് 5-6 വിരിയാത്തുള്ളൂ, ബാക്കി എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. 25 വെച്ചതാണ്, എല്ലാം വിരിഞ്ഞു. പക്ഷേ 5-6 വിരിയാത്ത മുട്ടയൊക്കെ കുട്ടികളുണ്ടല്ലോ സാജി. വിരിയും, ഇതും വൈകുന്നേരം ആകുമ്പോഴേക്കും വിരിയും. നോക്ക്. ഇതിലൊക്കെ കുട്ടികളുണ്ട്. ഇത് പൊടിച്ചു നോക്ക്, ഇതൊന്ന് പൊടിച്ചു നോക്ക്, ഈ സാധനം പൊടിച്ചു നോക്ക്. ഇത് ഏകദേശം ആയിട്ട് അത് എല്ലാം പൊടിച്ചു നോക്കണോട്ടെ. പൊടിക്കോട്ടെ, ചെറുതായിട്ട് പൊടിക്കോട്ടെ. വിരിഞ്ഞു വരാറായി. സകലം കൂടി പൊടിക്കോട്ടെ. പൊടിച്ചു നോക്കിട്ട് ആവശ്യമില്ല, നമ്മൾ വീഡിയോക്ക് തന്നെ ഇത് വിരിഞ്ഞു വരും. ഒരു 5-6 കൂടി ഉള്ളു വിരിയാന്. മൂലിക്ക് വെച്ചാലും വിരിയും. മൂലിക്ക് വെച്ചാലും വിരിയോ? നീ ഇന്നലെ മൂലിക്ക് വെച്ച് നോക്കിയോ? മുട്ട വെച്ച് നോക്കിയോ? ഏത് മൂലയിൽ വെച്ചാലും വിരിയും. നീ മൂലിക്ക് വെക്കാൻ കാരണം മൂലയിൽ വെച്ചാൽ വിരിയോ നോക്കാൻ വേണ്ടിട്ട് വെച്ച് നോക്കിയതാണ്. രാവിലേക്ക് എല്ലാം വിരിഞ്ഞിരിക്കും. ഇനി ഒരു 5-6 വിരിയാത്തുള്ളൂ, ബാക്കി എല്ലാം വിരിയും. വൈകുന്നേരം ഒരു 4 കുട്ടികളുണ്ട്, 2 ചിലപ്പോൾ സംശയമില്ലേ, ബാക്കിയൊക്കെ വിരിയില്ലേ? അടിപൊളി കുട്ടികളില്ലേ, ഹെൽത്തി കുട്ടികൾ. നാടൻ കുട്ടികൾ ഇൻക്യുബേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നാടൻ കുട്ടികളുടെ സ്വഭാവം കാണിക്കും. ഓക്കെ, മുട്ടക്കോഴിയുടെ മുട്ടയാണെങ്കിൽ ആ മുട്ടക്കോഴിയുടെ സ്വഭാവം കാണിക്കും കേട്ടോ. നാടൻ കോഴിയുടെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് നാടൻ കോഴിയുടെ അടകടക്കില്ല, മുട്ട ഇടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറും വേസ്റ്റ് ആണ് അല്ലേ സാജിയെ? നാടൻ കോഴി മുട്ടയിട്ട് നാടൻ കോഴി അടകടക്കില്ലേ? മുട്ടക്കോഴിയുടെ മുട്ട വെച്ചാൽ മുട്ട ഇടില്ലേ? ചൂട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? ഷോപ്പിൽ ഏറ്റവും വലിയ ഇൻക്യുബേറ്റർ ഇല്ലേ? 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ. അതിന് വിലയൊക്കെ പറഞ്ഞു 2500 രൂപ. 2500 അല്ലേ? നമ്മൾ വാറന്റി കൊടുക്കുന്നില്ലേ? എത്ര? 1 വർഷം വാറന്റി. 1 വർഷം വാറന്റി ഉണ്ട്. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഒരു 99%, 97% റിസൾട്ട് ഉണ്ട്. ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിട്ട് പോകണല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങില്ലേ? നമുക്ക് ഇഷ്ടംപോലെ വർക്കുകളുണ്ട്. തമിഴ്നാട്, കർണാടക എല്ലാവരുടെയും പോകണ്ടല്ലേ? ഇതിനകത്ത് ഒരു ചുരുങ്ങിയത് 500 മേലെ ഇൻക്യുബേറ്റർ ഉണ്ടാ വർക്ക് കഴിഞ്ഞതൊക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് നോൺ സ്റ്റോപ്പ് ഇല്ലേ? നമ്മുടെ റിസൾട്ട് അല്ലേ? നമ്മുടെ ഇൻക്യുബേറ്റർ കച്ചവടം ചെയ്യാൻ കാര്യം എന്താണ്? നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ റിസൾട്ട്, പിന്നെ നമ്മുടെ സപ്പോർട്ടും അല്ലേ? കർഷകർക്ക് കൊടുക്കുന്ന സപ്പോർട്ടും ഇല്ലേ? അപ്പൊ ഇൻക്യുബേറ്റർ ആവശ്യക്കാർ എന്ത് വേണ്ടി? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? വാട്സപ്പ് ചെയ്താൽ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ സ്റ്റാഫുകളൊക്കെ വരാൻ പോകണോ? സമയമായിട്ടില്ല, സമയം ആയി വരുന്നുള്ളൂ. നിങ്ങൾക്ക് അടുത്ത വരാൻ പോകണുള്ളൂ. അപ്പോൾ